Yes, washi tapes are really necessary for making crafts. So if you don't have one, let's make it together. If you're watching this channel for the first time, then don't forget to subscribe. Then let's start. Take 4 pieces of paper, draw simple designs that you know. I drew hearts in the first piece of paper, and then in the white piece I decided to draw clouds, and then I drew a strawberry kind of figure. Then next is green color paper, so I chose to draw green leaves. Initially I thought of drawing different colors of circles in the last paper, but later when it comes to blue and green, it's always my favorite combo, so I decided to keep it itself as blue and green bubble. Then take the cello tape and paste it according to the video, neatly and without any folds. Yes, that's it. So use it in your crafts. Thank you for watching my video. If you like this video, don't forget to hit the like, share and subscribe. Hello guys, welcome to my YouTube channel. Don't forget to subscribe if you're seeing this channel for the first time. Today we can make a hand bracelet. I think you show the inspo that we are going to make. For that, take small 4 pieces of paper as shown in the video and paste it. This is the first and major step that we have to follow in the right manner. After pasting, try to fold it according to the step as shown in the video and follow the steps till the length of the paper. This is actually an easy procedure after we rightly fold the first steps. So this is the final look after completing the whole paper length. Try to insert both ends like this. Yes, our hand bracelet is ready now. So we can wear it in our hands, and I wore it and it looked like this. Hope you like the video. Subscribe if you're visiting this channel for the first time. Thank you. സോ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്കും. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. 9x9 സൈസിലെ 3 പേപ്പർ എടുക്കാം. സ്റ്റിക്കി നോട്ട്സ് അവൈലബിൾ ആണെങ്കിൽ അതായാലും മതി. ദെൻ ആ പേപ്പർ എടുത്തിട്ട് വീഡിയോ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്യണം. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ അതിനെ കട്ട് ചെയ്യണം. അത് കഴിഞ്ഞ് കട്ട് ചെയ്ത ഭാഗം ഉള്ളിലോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ആ ഭാഗത്ത് പശയും തേച്ച് കൊടുക്കണം. യെസ് ഗൈസ്, അത്രേ ഉള്ളൂ. ദെൻ നമ്മൾ എല്ലാ പെറ്റൽസും കൂടെ ചേർത്ത് ഇങ്ങനെ പേസ്റ്റ് ചെയ്യണം. വീഡിയോ കാണുമ്പോഴേ മനസ്സിലാവില്ല ഇത് നല്ല ഈസിയാണ്. സോ എന്തായാലും ട്രൈ ചെയ്തോളൂ. എൻഡ് റിസൾട്ട് നല്ല ക്ലാസിക്കാണ്. സോ നമ്മൾ റൂമിൽ വെച്ചാലും എല്ലാവരും ഒന്ന് നോക്കിയിട്ടേ പോവുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഗിഫ്റ്റായിട്ടും കൊടുക്കാവുന്നതാണ്. പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ഒരു നാച്ചുറൽ ലുക്ക് മെയിൻറ്റെയിൻ ആക്കാനായിട്ട് നമുക്ക് ഫ്ലവറിനെ ഇങ്ങനെ എടുത്തിട്ട് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഫ്ലവർ ഉണ്ടാക്കുമ്പോൾ കുറച്ച് നാച്ചുറാലിറ്റി വേണമല്ലോ. അതല്ല, അവിടെ ഓൾറെഡി ഫോൾഡിങ്സ് പ്രസന്റ് ആയതുകൊണ്ട് ഇത് ചെയ്യാൻ നല്ല എളുപ്പമാണ്. തന്നെ ഒരു സാധാ പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ നമ്മൾ ചുരുട്ടണം. ചുരുട്ടിയിട്ട് ആ എൻ്റെ ഭാഗം നമ്മൾ പശ ചുട്ടിച്ച് വെച്ചിട്ട് ഒരു ഗ്രീൻ കളർ അടിക്കണം. ഇൻ കേസ് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ടേപ്പ് ഉണ്ടെങ്കിൽ അത് ചുറ്റിയാലും മതി. സ്റ്റെം കയറ്റാനായിട്ട് നമ്മൾ ആ ഭാഗം കട്ട് ചെയ്തിട്ട് അതിലൂടെ സ്റ്റെം കയറ്റണം. സോ ഗൈസ്, ദിസ് ഇസ് എ ഫൈനൽ ലുക്ക്. അടിപൊളിയല്ലേ? ഇതുപോലെ തന്നെ മറ്റ് 2 കളർ പേപ്പറും ചെയ്യണം. സോ ഞാൻ ഈ ഫ്ലവേഴ്സിനെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ ഉണ്ടാക്കിയ ഫ്ലവർ സ്റ്റാൻഡ്, ഗിഫ്റ്റ് ബാഗ് ആൻഡ് ഒരു ബോ വശം ട്രൈ ചെയ്ത് നോക്കി. എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഗിഫ്റ്റ് ബാഗിൽ വെച്ച് കൊടുത്തതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക്, സബ്സ്ക്രൈബ്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇത് ചെയ്യാനായിട്ട് ഒരു റെഡ് പേപ്പർ എടുക്കുക, സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. ആദ്യം ഒരു വട്ടം ഡയഗണലിൽ ഫോൾഡ് ചെയ്തിട്ട് രണ്ടാമത് ഒരു വട്ടം കൂടെ ഡയഗണലിൽ ഫോൾഡ് ചെയ്യണം. വീഡിയോ കാണിക്കുന്ന പോലെ വരച്ചിട്ട് അത് കട്ട് ചെയ്യണം. then അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പ് ആയിരിക്കും കാണുന്നത്. അടുത്ത് നമുക്ക് പാറ്റേൺ വരയ്ക്കാനായിട്ട് വീഡിയോ കാണിക്കുന്ന പോലെ ഡോട്ട്സ് വേണം. then അതിങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഞാൻ ആക്ച്വലി ഈ സ്പൈഡർമാൻ കുറേ ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ വരയ്ക്കുന്ന പാറ്റേൺ നമ്മൾ ചെയ്ത് നോക്കുമ്പം അത് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആയിരിക്കും ലാസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. സോ നേരെ പിൻട്രസ്റ്റിൽ പോയി പാറ്റേൺ കണ്ടുപിടിച്ചു. കട്ട് ചെയ്ത് നോക്കിയപ്പോൾ എൻഡ് റിസൾട്ട് സൂപ്പറായിരുന്നു. സോ ഞാൻ വിചാരിച്ചു വൈ ഡോണ്ട് ഐ പോസ്റ്റ് ഇറ്റ് ഓൺ യൂട്യൂബ്. അങ്ങനെയാണ് ഞാനിത് പോസ്റ്റ് ചെയ്യുന്നത്. ദെൻ ഈ എക്സിറ്റ് ഇരിക്കുന്ന ഭാഗം മൊത്തം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ആ ഭാഗം മൊത്തം കട്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനത്തെ ഒരു ഔട്ട്കം കിട്ടും. കട്ട് ചെയ്തിട്ട് ഫൈനൽ ലുക്ക് ഇതാണ്. ഒരു ബ്ലാക്ക് ഷീറ്റിൽ അത് പ്ലേസ് ചെയ്ത് പേസ്റ്റ് ചെയ്യണം. ദെൻ സ്പൈഡർമാൻ എന്ന് എഴുതിയിട്ട് അത് മുകളിൽ പേസ്റ്റ് ചെയ്യണം. അത് ഞാൻ ക്യാമറ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ ചെയ്തത്, ബട്ട് ഓൺ ആക്കിയില്ല. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.